നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവും നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയും നമ്മുടെ കുട്ടികളുടെ ശക്തിയും അളക്കുന്നത് നമ്മുടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ രക്ഷിതാക്കളായ നമ്മളുടെ സാമ്പത്തിക നിലയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സംസ്കാരവും നമ്മുടെ തലമുറയും വെച്ചിട്ടാണ്. അയൽപക്കത്തവരുടെ തലമുറ വെച്ചിട്ടല്ല, മറ്റുള്ളവരുടെ തലമുറ വെച്ചിട്ടല്ല. അതല്ല, അയൽപക്കത്ത് ഉള്ളവരുടെ തലമുറന്റെ അല്ലെങ്കിൽ അവരുടെ ജീനിന്റെ അവരുടെ സ്വഭാവം വെച്ചിട്ട് അളക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാകണം. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സ്വഭാവം നമുക്കില്ല, അതിന് സൗകര്യമില്ല എന്നാണ് ഞാനടക്കമുള്ളവർ പറയുന്നത്. ആരിഫ് ഹുസൈൻ, ഡോക്ടർ സ്ഥാനം നഷ്ടപ്പെട്ട ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഒരു സൂചന നിങ്ങൾക്ക് തരാനും വരാനിരിക്കുന്ന 4 വീഡിയോകളെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് തരാനും വേണ്ടിയാണ്. 10-15 മിനിറ്റ് ദൈർഘ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള 4 വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് വരുന്ന 4 ആഴ്ചകളായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കും. ചിലപ്പോൾ അതിന് മുമ്പും വെച്ചൊന്നു വരും. ഏതായാലും ആ വീഡിയോകൾ കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കാത്തിരിക്കുക. ഈ ബെല്ലൈക്കൺ അമർത്തണമെന്ന് എടുത്തു പറയാൻ കാരണം, ബെല്ലൈക്കൺ അമർത്താതെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല, അങ്ങനെയാണ് പരിപാടി. അപ്പൊ അത് ചെയ്യാൻ മറക്കണ്ട. ഇപ്പൊ എന്റെ നിറം നോക്കൂ, എന്റെ നിറം ഒരു ഇരുനിറമാണ്. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്, നമ്മുടെ നിറം എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ നിറം വെളുപ്പായിരിക്കണം, നമ്മുടെ കുട്ടികളുടെ നിറം ഇന്നതായിരിക്കും, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? എന്നിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കാറുണ്ടോ? ഇല്ല. വരുന്ന കുട്ടി ചിലപ്പോൾ വെളുത്തിരിക്കും, ചിലപ്പോൾ കറുത്തിരിക്കും, ചിലപ്പോൾ ഇരുനിറമായിരിക്കും. അതിനെ കൊണ്ട് നമ്മൾ നടക്കുക, അതേ നടക്കുള്ളൂ. ഇനി നമ്മുടെ തൊട്ടപ്പുറത്തൊരു കുടുംബം താമസിക്കുന്നുണ്ട്. ആ കുടുംബത്തിലെ ദമ്പതികൾ അതീവ സൗന്ദര്യമുള്ളവരാണ്. നമ്മുടെ സൗന്ദര്യ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഒരു അതീവ സൗന്ദര്യമുള്ളവരാണ്, നല്ല വെളുത്ത് സുന്ദരിയായവരാണ്, നല്ല ആകാരവടിവുള്ളവരാണ്. അവരുടെ കുട്ടികളും അതുപോലെ തന്നെ നല്ല അഴകുള്ള കണ്ണുകൾ, നല്ല വടിവൊത്ത ശരീരം, നല്ല കാണാനും ചുരുക്കമുള്ള നല്ല ഐക്യമുള്ള നല്ല കുട്ടികൾ. അങ്ങനെ ചിന്തിക്കുക, നല്ല കുട്ടികൾ, കാണാനൊക്കെ സൗന്ദര്യമുള്ള നല്ല ഗ്ലാമറുള്ള കുട്ടികൾ. അപ്പൊ നമ്മൾ കരുതാണ് നമ്മുടെ കുട്ടികൾക്ക് സൗന്ദര്യം പോരാ, നമ്മുടെ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ, തനിക്ക് സൗന്ദര്യം പോരാ, തങ്ങളുടെ കുട്ടികളെങ്കിലും അവരെങ്കിലും നല്ല സൗന്ദര്യം വരണം എന്ന് കരുതിയിട്ട് നമുക്ക് അതുപോലെ കുട്ടികളെ ലഭിക്കാൻ അവർ എന്ന സോഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു തരത്തിലും ആ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കാറില്ല. ഇത് വാസ്തവമാണല്ലോ. അതിനർത്ഥം എന്താണ്? നമ്മൾ എന്നത് നമ്മുടെ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ്, അവർ എന്നത് അവരുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ്. അവർക്കുണ്ടാകുന്ന കുട്ടികൾ ആ ലെവലിൽ തന്നെ നടക്കും, അങ്ങനെ തന്നെ വളരും, അങ്ങനെ തന്നെ നിൽക്കും, ആ സൗന്ദര്യം അങ്ങനെ തന്നെ നിൽക്കും. നമുക്കുണ്ടാവുന്ന കുട്ടികൾ ഇങ്ങനെ തന്നെ നിൽക്കും, ഇതിങ്ങനെ പോകും. ആരോഗ്യത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അവരുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യമുണ്ടാവും, നമ്മുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അവരുടെ കുട്ടികൾക്ക് രോഗം വരും, നമ്മുടെ കുട്ടികൾക്ക് രോഗം വരും. അവരുടെ കുട്ടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കും, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കും. ഇങ്ങനെ എല്ലാം, ബാക്കിയെല്ലാം ഒരുപോലെ. പക്ഷെ രണ്ടും രണ്ടാണ് താനും. നമ്മളെപ്പോലെ ആകാൻ അവരോ അവരെ പോലെ ആകാൻ നമ്മളോ ഈ 2 സോഴ്സുകളും പരസ്പരം യൂസ് ചെയ്യാറില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗത്തെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും രണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ പറ, ഞാൻ പറഞ്ഞത് തെറ്റോ ശരിയോ? രണ്ടും രണ്ടാണ്. അവരുടെ ഗുണം കാണിക്കും, ഇവരുടെ ഗുണം കാണിക്കും. അല്ലാതെ അവരുടെ ഗുണം ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ അവിടെ ഉള്ളവരെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്യേണ്ടി വരും, ഇല്ലേ? നമ്മൾ ചെയ്യാറില്ല, കുറച്ച് വേറെ വിവേകമുള്ളവരും ചെയ്യാറില്ല. ഇനി വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞത് ശാസ്ത്രീയതയും അശാസ്ത്രീയതയുമാണ് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഡോക്ടർ ആയിരുന്നു, ഇപ്പൊ ഡോക്ടറല്ല, ആരിഫ് ഹുസൈൻ പറഞ്ഞ ഹോമിയോ മെഡിസിനെതിരെ ചില പ്രസ്താവനകളുമായി വന്നു. ഹോമിയോ ശാസ്ത്രീയമല്ല, അലോപ്പതി മോഡേൺ മെഡിസിനാണ് ഇവിടെ ശാസ്ത്രീയം. ഇതാണ് പറയുന്നത്. മോഡേൺ മെഡിസിൻ മാത്രമേ ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ളൂ. ഈ ഹോമിയോ ശാസ്ത്രീയമല്ല, സുജോഗ് ശാസ്ത്രീയമല്ല, അക്യുപഞ്ചർ ശാസ്ത്രീയമല്ല, അതുപോലെ ആയുർവേദം ശാസ്ത്രീയമല്ല, നാട്ടുമരുന്നുകൾ ശാസ്ത്രീയമല്ല, സിദ്ധവൈദ്യം ശാസ്ത്രീയമല്ല, പ്രകൃതി ചികിത്സ ശാസ്ത്രീയമല്ല, അങ്ങനെ യാതൊന്നും തന്നെ ശാസ്ത്രീയമല്ല. ശാസ്ത്രീയമായിട്ടുള്ള ഏക കാര്യം എന്ന് പറയുന്നത് ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി മാത്രമാണ് എന്ന് പറയുന്നു ആ ഒരു വാദം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽപക്കത്തെ അവർക്കാണ് നല്ല സൗന്ദര്യവും ആകാരപടിവും എല്ലാം ഉള്ളത്. അതുകൊണ്ട് അവരുടെ മക്കളെ പോലെ കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളവർ തങ്ങളുടെ കുടുംബത്തിലെ പെൺമക്കളെയും ഭാര്യമാരെയും എല്ലാം അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം എന്നാണ് ഈ മോഡേൺ മെഡിസിന്റെ വക്താക്കൾ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വിവരവും ബോധവും വെള്ളിയാഴ്ച ഉള്ളവരത് ചെയ്യാറില്ല. അവനവന് ഉണ്ടാകുന്ന മക്കൾ, ആ മക്കളെ ആരോഗ്യമുള്ള, സൽസ്വഭാവിയായിട്ടുള്ള, സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രബോധമുള്ള, പൗരബോധമുള്ള, സർവോപരി കുടുംബത്തെ സ്നേഹിക്കുന്ന മക്കളായി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ആ മക്കളെ മറ്റുള്ളവർ മാതൃകയായി നോക്കാൻ ശ്രമിക്കും. ഞങ്ങളൊക്കെ അതാ ചെയ്യുന്നത്. അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കൊണ്ടുപോയി അവിടെ നിന്ന് കടമെടുത്തുകൊണ്ട് ആ സോഴ്സ് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ സമൂഹത്തിൽ ഇതെല്ലാം വേണം. സമൂഹത്തിൽ ഈ പറഞ്ഞ ആ കുടുംബവും ജീവിക്കണം,
നമ്മളും ജീവിക്കണം, നമ്മുടെ മറ്റു കുടുംബങ്ങളും ജീവിക്കണം. ഈ എല്ലാ കുടുംബങ്ങളും കൂടി ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ ഒരു സമൂഹമാവുള്ളൂ, ഇല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവിടെ അലോപ്പതി മാത്രമായിട്ടൊരു കുടുംബമോ ഹോമിയോപ്പതി മാത്രമായിട്ടൊരു കുടുംബമോ അതുപോലെ മറ്റു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടൊരു കുടുംബമോ ഇല്ല. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വമാണ്. വിവിധ മതങ്ങളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ ഭാഷകളുണ്ട്, വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ട്. മിക്കവാറും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാം വൈജ്ഞാനിക ആരോഗ്യ മേഖലയിലെ അറിവുകളും ഇവിടെ ഉണ്ട്. മറ്റു രാജ്യങ്ങളെ പോലെ അല്ലെങ്കിൽ യൂറോപ്പിലെയോ ആഫ്രിക്കയിലെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളെ പോലെ അല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 140 കോടി ജനങ്ങളുടെ ഉള്ളിൽ തന്നെ വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഭാഗ്യവശാൽ നമുക്ക് ലഭ്യമാണ്. ആ ചികിത്സാ വിധികളെല്ലാം വ്യത്യസ്തമാണ് താനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അല്ലാതെ അലോപ്പതിയുടെ മക്കളെ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഒന്ന് കൂട്ടിക്കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ശരിയല്ല എന്നാണ് ആരിഫ് ഹുസൈനോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അതാരും ചെയ്യാറില്ല, മറ്റുള്ളവരാരും ചെയ്യാറില്ല. ഇനി നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ചെയ്യുമല്ലോ എന്ന് എനിക്ക് അറിയത്തുമില്ല. അത് പാടില്ല, അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. ഇനി ശാസ്ത്രീയതയുടെയും അശാസ്ത്രീയതയുടെയും കാര്യം പറഞ്ഞു. ഏതാണ് ശാസ്ത്രീയത എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? ശാസ്ത്രീയമായത് ഏതാണ്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുന്നത്. അവിടെ നല്ല സൗന്ദര്യമുള്ള, നല്ല ആകാരവടിവുള്ള, അഴകുള്ള കണ്ണുകളുള്ള, സ്വരമാധുര്യമുള്ള, തൊലിവെളുപ്പുള്ള നല്ല മക്കളെ അവരുടെ മക്കളായി അവർ ജനിച്ചു. കാരണം അവർ അങ്ങനെയാണ്. അതുകൊണ്ട് അവർ മാത്രമാണ് ഇവിടെ മനുഷ്യർ. ബാക്കിയുള്ളവർ മുഴുവൻ മനുഷ്യരല്ല, ബാക്കിയുള്ളവർ മുഴുവൻ മൃഗങ്ങളാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മുഴുവൻ മറ്റ് ജന്തുക്കളാണ് എന്ന് പറയുന്നത് പോലെ ഈ മോഡേൺ മെഡിസിൻ മാത്രമാണ് ഇത് ശരിയെന്ന് പറയുള്ളൂ. മോഡേൺ മെഡിസിനെ കുറിച്ച് സൗന്ദര്യമുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. വളരെ നല്ല സുന്ദരിയാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. കാരണം എന്ത് ചികിത്സയായാലും ഇന്നത്തെ കാലത്താണ് ഈ 2025 നമ്മൾ നോക്കുമ്പോൾ ഈ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, ഒരു ആക്സിഡന്റ് വന്നാൽ, ഒരു മേജർ സർജറി ആവശ്യമായി വന്നാൽ, ഒരു സിസേറിയൻ ആവശ്യമായി വന്നാൽ, അതുപോലെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇവിടെ ഒരു മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ചികിത്സാ വിഭാഗമുണ്ട്. നമുക്ക് അതിനെ സമീപിക്കാം. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്, ഇല്ലേ? സമീപിക്കാം. നേരെ മറിച്ച് ഹോമിയോ, അക്യുപഞ്ചർ, മറ്റ് നാട്ടു ചികിത്സ, മറ്റു മേഖല, ഏത് മേഖല നോക്കിയാലും പെട്ടെന്നൊരു ആക്സിഡന്റ് ആയി നടക്കില്ല. അതേസമയം ക്രിട്ടിക്കൽ സ്റ്റേജുള്ള ചില രോഗങ്ങൾ അലോപ്പതിയേക്കാൾ ഭേദമായിട്ട് സർജറി ഒഴിവാക്കിക്കൊണ്ട് സർജറി വേണ്ട എന്ന നിലയിൽ തന്നെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഹോമിയോപ്പതിയിൽ അടക്കമുണ്ട്. ചില സന്ദർഭങ്ങളിൽ സിസേറിയൻ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അത് വേണ്ട, അത് നോർമലായി വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, മരുന്നുകൾ ഉള്ളിൽ കഴിച്ചുകൊണ്ട് തന്നെ മാറ്റാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്, ഹോമിയോയിലുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തണം. അതുപോലെ മറ്റ് പല രോഗങ്ങൾക്കും, മാരക രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് വൈറൽ രോഗങ്ങൾക്ക്, ഈ വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതി എന്ന് പറയുന്ന, ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന, ശാസ്ത്രീയത എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗത്തിൽ മരുന്നില്ല. അവർക്ക് പ്രിവെന്റീവ് മെഡിസിൻസ്, അതായത് വാക്സിൻസ് മാത്രമേ ഉണ്ട് എന്ന് പറയപ്പെടുന്നുള്ളൂ. അത് തന്നെ 100% ഫലപ്രദമല്ല, മാറിക്കൊണ്ടേയിരിക്കും. കോവിഡ് വാക്സിന്റെ ഫലങ്ങൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നുള്ളത്. പക്ഷെ നമ്മൾ നിഷേധിക്കുന്നില്ല, അത് 100% കുറ്റപ്പെടുത്തണ്ട. വാക്സിനുകൾ ഉണ്ട്, പ്രിവെന്റീവ് മെഡിസിൻസേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കാൻ ഒരു മാർഗമില്ല. പക്ഷെ മറ്റു വിഭാഗങ്ങളിലുണ്ട്, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പേപ്പട്ടി വിഷം. അത് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ വെന്റിലേറ്ററിലിട്ട് ഓക്സിജൻ മാസ്കും വെച്ചു കൊടുത്ത് മരണത്തിന് വിട്ടുകൊടുക്കുക എന്നൊരൊറ്റ ചടങ്ങ് മാത്രമേ മോഡേൺ മെഡിസിനായ അലോപ്പതിയിൽ ചെയ്യാനുള്ളൂ. എത്ര സമയം ജീവൻ പിടിച്ചു നിർത്താൻ പറ്റും എന്നത് മാത്രമേ നോക്കുള്ളൂ. രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്, രക്ഷപ്പെടുത്താൻ കഴിയില്ല. മരണം ഉറപ്പ്, ഇളകിയാൽ മരണം ഉറപ്പ് എന്നാണ് അലോപ്പതി നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ ഹോമിയോയിൽ ഇളകിക്കഴിഞ്ഞാലും ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മരുന്നുണ്ട് എന്നത് സത്യമാണ്. ഇങ്ങനെ മരണത്തിന് മരിക്കാൻ വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലെങ്കിലും ഈ ഹോമിയോ ഡോക്ടർമാരെ, അവരും അംഗീകാരമുള്ളവരാണ്, അവരുടെ മരുന്നുകൾ ഇവിടെ അംഗീകാരമുള്ളതാണ്. അവരെ ചികിത്സിക്കാൻ അനുവദിച്ചുകൊണ്ട് ആ മരുന്ന് കൊടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മോഡേൺ മെഡിസിന്റെ വക്താക്കൾ തന്നെ ആ മെഡിസിൻ കൊടുത്താൽ മതി. ഈ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആ മെഡിസിൻ കൊടുത്താൽ ആ രോഗി രക്ഷപ്പെടും. ഇവിടെ നിർഭാഗ്യമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി മെഡിസിൻ അതിൽ മരുന്നില്ലാത്ത രോഗങ്ങൾ ഏതൊക്കെയാണോ അതിനെ മറ്റാരും ചികിത്സിക്കാൻ പാടില്ല എന്നൊരു നിയമം കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാൻസർ, അതേപോലെ ഈ പേപ്പട്ടി വിഷം പോലെയുള്ള, പാമ്പിൻ വിഷം പോലെയുള്ള കുറെ കാര്യങ്ങൾ അത് അവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ചികിത്സ ഇല്ലാഞ്ഞിട്ടല്ല. ഇനി ഇതിന്റെ ശാസ്ത്രീയത, ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയത നമുക്ക് നോക്കാം. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവും നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയും നമ്മുടെ കുട്ടികളുടെ ശക്തിയും അളക്കുന്നത് നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ രക്ഷിതാക്കളായ നമ്മളുടെ
സാമ്പത്തിക നിലയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സംസ്കാരവും നമ്മുടെ തലമുറയും വെച്ചിട്ടാണ്. അയൽപക്കത്തവരുടെ തലമുറ വെച്ചിട്ടല്ല, മറ്റുള്ളവരുടെ തലമുറ വെച്ചിട്ടല്ല. അത് ഓരോ വിഭാഗവും അങ്ങനെ തന്നെയാണ്. അതല്ല അയൽപക്കത്ത് ഉള്ളവരുടെ തലമുറേന്റെ അല്ലെങ്കിൽ അവരുടെ ജീനിന്റെ അവരുടെ സ്വഭാവം വെച്ചിട്ട് അളക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാകണം. ആവണ്ടേ? അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സ്വഭാവം നമുക്കില്ല. അങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഇവിടെ അലോപ്പതി പറയുന്നത്. അതിന് സൗകര്യമില്ല എന്നാണ് ഞാനടക്കമുള്ളവർ പറയുന്നത്. ആരിഫ് ഹുസൈൻ, ഡോക്ടർ സ്ഥാനം നഷ്ടപ്പെട്ട ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നമുക്കതിന് സൗകര്യമില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾ അതിന് എതിർക്കുന്നില്ല. ഞങ്ങൾക്കത് പറ്റില്ല. ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ ആ രോഗം മാറുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടതാണ്. അല്ലാതെ അത് അലോപ്പതിയുടെ ലാബിൽ തെളിയിക്കപ്പെടണമെന്ന് വാശി പിടിക്കരുത്. അതായത് ഓരോരുത്തരും അവരുടെ ലാബിലാണ് തെളിയിക്കപ്പെടേണ്ടത്. ശാസ്ത്രീയത എന്ന് പറയുന്നത് അലോപ്പതി എന്ന് പറയുന്ന ഒരു രാസ ചികിത്സാ സംവിധാനത്തെ അപ്പുറത്തെ നാച്ചുറൽ ചികിത്സാ സംവിധാനമായിട്ടുള്ള നാട്ടുവൈദ്യമായി കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് തള്ള മക്കളാണ്. സ്വാഭാവികമായി രണ്ടിനും ഒരു സ്വഭാവം കാണൂല. രണ്ടും രണ്ട് ശാസ്ത്രീയതയാണ്. അതായത് ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണോ അത് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ശാസ്ത്രീയമായി തെളിയിച്ചതാണോ എന്ന് നോക്കിയാൽ മതി. ഒരു അലോപ്പതി മെഡിസിൻ അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അലോപ്പതിയുടെ ആ ശാസ്ത്രീയമായ രീതിയിൽ അത് തെളിയിച്ചിട്ടുണ്ടോ, അത് ഗുണമേന്മയുള്ളതാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ, അത് ഉപയോഗപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിന്റെ ഫാക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇനി ആയുർവേദത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദ വിധിപ്രകാരം അത് പ്രകാരമുള്ള ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അത് കൃത്യമാണോ എന്ന് നോക്കിയാൽ മതി. അത് ഗുണം ചെയ്യുന്നുണ്ടോ, ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ടോ, ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണ്, അതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ അവിടെ പരീക്ഷിച്ചാൽ മതി. അതുപോലെ ഹോമിയോ മരുന്നുകൾ പ്രയോഗിക്കുന്ന ആ മേഖലകളിൽ അതിന്റെ ശാസ്ത്രീയത പരിശോധിച്ചാൽ മതി. അല്ലാതെ ഹോമിയോ മരുന്നുകൾ എടുത്ത് ഇപ്പുറത്ത് അലോപ്പതി മരുന്നുകളുടെ ശാസ്ത്രീയ സ്കെയിലിലും അലോപ്പതി മരുന്നുകൾ എടുത്ത് അപ്പുറത്ത് ഹോമിയോയുടെയോ നാട്ടുവൈദ്യത്തിന്റെയോ ഒരു സ്കെയിലിൽ എടുത്തു വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ശാസ്ത്രീയമായിരിക്കില്ല. ഈ അലോപ്പതി പറയുന്നത് എന്താണ്? ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അടക്കമുള്ള അല്ലെങ്കിൽ ആയുർവേദം, ഹോമിയോപ്പതി അടക്കമുള്ള മുഴുവൻ ചികിത്സാ രീതികളും അശാസ്ത്രീയമെന്ന് പറയുന്ന ഒരേ ഒരാളാണ്. അതായത് അലോപ്പതി എന്ന് പറയുന്ന ഒരൊറ്റ വകുപ്പാണ് പറയുന്നത് ഇവരെല്ലാം അശാസ്ത്രീയമാണ് എന്ന്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? ഈ അലോപ്പതിന്റെ സ്കെയിലിൽ ബാക്കിയുള്ളത് മുഴുവൻ അളക്കാൻ പറ്റില്ല. അലോപ്പതിയുടെ തിയറി വെച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ അശാസ്ത്രീയമാണ്. അലോപ്പതിയുടെ തിയറി വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊന്ന് ചിന്തിച്ചൂടെ? ഹോമിയോപ്പതിന്റെ തിയറി വെച്ചിട്ട് അലോപ്പതി ശാസ്ത്രീയമാണോ? അല്ല. അക്യുപഞ്ചറിന്റെ തിയറി വെച്ചിട്ട് അലോപ്പതി ശാസ്ത്രീയമാണോ? അല്ല. നാട്ടുവൈദ്യത്തിന്റെ സിസ്റ്റം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശാസ്ത്രീയമാണോ? അല്ല. ഇനി ആയുർവേദത്തിന്റെ വെച്ച് കഴിഞ്ഞാൽ അല്ല. നാച്ചുറോപ്പതി വെച്ചിട്ട് നോക്കുകയാണെങ്കിലും അപ്പോഴും ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല. അങ്ങനെയാകുമ്പോൾ മറുഭാഗത്ത് വലിയൊരു കൂട്ടം ഒരു കൂട്ടായിട്ട് പറയുന്നു ഈ അലോപ്പതി ശാസ്ത്രീയമല്ല എന്ന്. അപ്പോൾ ആരാണ് കൂടുതൽ പറയുന്നത്? ഭൂരിപക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോപ്പതി അല്ലേ ശാസ്ത്രീയമല്ലാത്തത്? അപ്പോൾ അതല്ല ശാസ്ത്രീയതയുടെ അളവ് എന്ന് പറയുന്നത്. ശാസ്ത്രീയയുടെ അളവ് എന്ന് പറയുന്നത് ഓരോ മേഖലയിലും നമ്മുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ അവനവന്റെ അപ്പന്റെ അമ്മന്റെ അപ്പൂപ്പന്റെയും ബാക്കിയുള്ളവരുടെയും തായ്വരീന്റെ സ്വഭാവങ്ങളും അവരുടെ ജീനും വെച്ച് വേണം കുട്ടികളെ അളക്കാൻ. അല്ലാതെ അയൽപക്കത്തുള്ള മറ്റാരുടെയെങ്കിലും ജീനും അവരുടെ വെച്ച് അളക്കണമെന്നുണ്ടെങ്കിൽ അന്തിക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുന്നവരാകണം. അതല്ല ശാസ്ത്രീയത എന്ന് പറയുന്നത്. അവനവനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഇത് ഇത്രയും രൂക്ഷമായി പറയാൻ കാരണം ഇതിങ്ങനെ തുടങ്ങിയാലേ പറ്റൂ എന്നതുകൊണ്ടാണ്. വളരെ വിശദമായ പഠനം ഡോക്ടർ എഹിയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം വരുന്ന 4 വീഡിയോകളിലായി ഈ ചാനൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഹോമിയോപ്പതി എന്ന് പറയുന്നത് അത്ര മോശം സംഭവമൊന്നുമല്ല. അത് ഹോമിയോ എന്നല്ല, ഒന്നും മോശം സംഭവമല്ല. അതായത് ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതിയോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയോ ആയുർവേദമോ അക്യുപഞ്ചറോ നാച്ചുറോപ്പതിയോ ഒന്നും തന്നെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. പക്ഷെ ഒന്ന് നമ്മൾ ചെയ്യണം. ഈ പറയുന്നതിലൊക്കെ വൻ വ്യവസായവും ബിസിനസ്സും ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അത് ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ടത് ഈ മോഡേൺ മെഡിസിനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെ എതിർക്കൊന്നും വേണ്ട. ഇത് ആധുനിക കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് പോകുന്നതാണ് നല്ലത്. ഹോമിയോ ഉപയോഗിക്കേണ്ടടുത്ത് അലോപ്പതിയിൽ മെഡിസിൻ ഇല്ലേ, ഹോമിയോ ഉപയോഗിക്കുക. അതുപോലെ മറ്റെല്ലാം ഉപയോഗിക്കുക. ഏത് രോഗങ്ങൾ, എങ്ങനെയാണ് ഇവിടുത്തെ വിവാദങ്ങൾ എല്ലാം സവിസ്തരം സംസാരിക്കുന്ന 4 വീഡിയോകൾ നിങ്ങൾ കാത്തിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കാത്തിരിക്കുക. Different angles. Don't forget to subscribe and support this channel.